ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണല്ലേ SCRT. 2024 നമ്മുടെ SCRT ബുക്സ് മാറിയിട്ടുണ്ട്. അതിനാൽ തന്നെ പുതിയ SCRT ബുക്സ് 5ാം ക്ലാസ് മുതൽ 10th വരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും നമുക്ക് ഈ ഒരു സീരീസിലൂടെ കംപ്ലീറ്റ് ചെയ്യാം. ഓരോ ക്ലാസ്സും അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം ടെലഗ്രാമിൽ പോൾ എക്സാമും ഉണ്ടാവും. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസവും എടുക്കുന്ന പാഠഭാഗങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചു പോവുക. അതിനോടൊപ്പം തന്നെ എക്സാമും അറ്റൻഡ് ചെയ്യുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള റിവിഷനിലൂടെ നമുക്ക് ഈ ഒരു SCRT ഭാഗം സെറ്റാക്കാം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം അല്ലെങ്കിൽ ബേസിക് സയൻസിലെ പാർട്ട് 1 ആണ് നോക്കുന്നത്. ടോട്ടൽ 4 ചാപ്റ്റേഴ്സാണ് ഈ ഒരു പാർട്ട് 1-ലുള്ളത്. നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ നോക്കാം. ഒറ്റയല്ലൊരു ജീവി എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കുള്ള ടെക്സ്റ്റാണിത്. നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. അറിയാത്ത കുറച്ച് പോയിൻറ്റ്സൊക്കെ ഉണ്ടാവും. അതിൽ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കാം. ചാപ്റ്ററിൻ്റെ പേര് ഒറ്റയല്ലൊരു ജീവിയും. ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ചിത്രം നിരീക്ഷിക്കൂ. ചിത്രത്തിലെ പക്ഷി ഏതാണ്? ഇവയുടെ പ്രധാന ഭക്ഷണം എന്താണ്? ഈ പക്ഷിയെ സാധാരണ എവിടെയാണ് കാണുന്നത്? എന്താകും അതിന് കാരണം? നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിലാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നീലപ്പൊന്മാൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിലാണ് ഇവ അധികവും താമസിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അടുത്തത് വാസസ്ഥലവും ആഹാരവും എന്ന ഒരു ടൈറ്റിലോട് കൂടി ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രം നിരീക്ഷിച്ചിട്ട് ഇതിലുള്ള ജീവികൾ ഏതൊക്കെയാണെന്ന് കുട്ടികളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിത്രത്തിലുള്ള ജീവികൾ ഏതെല്ലാമാണ് നേതു? ഇവയിൽ സസ്യങ്ങൾ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാം? ചെറുമീനുകളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാം എന്നൊക്കെയാണ് കുട്ടികളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളതാണ്. ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെയെല്ലാം ആഹാരമാക്കുന്നു? ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു. വലിയ മീനുകൾ ചെറുമീനുകളെ ആഹാരമാക്കുന്നു. കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നു. വയലിലുള്ള മറ്റു ജീവികളെയും ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഹെഡിങ് ആണ് കണ്ണി ചേർന്ന്. മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണല്ലോ. ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികളെ ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കുക. ഇത് നമുക്ക് PSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആഹാര ശൃംഖല അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അടുത്തൊരു ബോക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്ന ജീവികളുടെ ഈ പരസ്പര ബന്ധത്തെയാണ് ആഹാര ശൃംഖലാ ജാലം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആഹാര ശൃംഖലാ ജാലം? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാ ജാലം അല്ലെങ്കിൽ ഫുഡ് വെബ്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം അല്ലെങ്കിൽ ഫുഡ് വെബ്. അത് ശൃംഖലകൾ കടലിലും കരയിലെ പലതരം ആഹാരബന്ധങ്ങൾ കണ്ടല്ലോ. ഇത്തരത്തിൽ കടലിലും വിവിധ ആഹാരബന്ധങ്ങളുണ്ട്. സ്രാവ്, മത്തി, ചെറുമീനുകൾ, കടലാമ, പ്ലവകങ്ങൾ ഇവയൊക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. കടലിലെ ചില ജീവികളാണ് ചിത്രത്തിൽ. ചുവടെ നൽകിയ പട്ടികയിലെ വിവരങ്ങൾ കൂടി പരിശോധിച്ച് ഈ ജീവികളെ ഉൾപ്പെടുത്തി ഒരു ആഹാര ശൃംഖലാ ജാലം ചിത്രീകരിക്കുകയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജീവി സ്രാവ് കൊടുത്തിട്ടുണ്ട്. ആഹാരം എന്താണ്? കണവ, മീനുകൾ, കടലാമയൊക്കെയാണ് സ്രാവിൻ്റെ ആഹാരം. കണവ, മീനുകൾ, കടലാമ ഇതൊക്കെയാണ് സ്രാവിൻ്റെ ആഹാരമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് മത്തി. ചെറുമീനുകളും പ്ലവകങ്ങളുമാണ് മത്തിയുടെ ആഹാരം. മത്തിയുടെ ആഹാരം ചെറുമീനുകളും പ്ലവകങ്ങളുമാണ്. ഇനി കടലാമ എന്താണ്? സസ്യഭാഗങ്ങളും മീനുകളാണ്. സസ്യഭാഗങ്ങളും മീനുകളാണ് കടലാമയുടെ ഭക്ഷണം. അപ്പോൾ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. എന്താണ് പ്ലവകങ്ങൾ? ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. അടുത്തത് ആവാസം എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ. മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത്. അപ്പോൾ ഒരു ആവാസത്തിന് ഉദാഹരണമാണ് വയൽ. ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട്. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ആവാസം എന്നതിന് നിർവചനം രൂപീകരിക്കുക. നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് വിവിധ തരം ആവാസങ്ങൾ കണ്ടെത്തൂ. ചിത്രം നോക്കൂ. ഏതെല്ലാം ആവാസങ്ങളാണ് കാണുന്നത്? 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിൽ പുൽമേടുകളുണ്ട്, അതുപോലെ
മരുഭൂമിയുടെ ചിത്രമാണുള്ളത്. ഒന്ന് കണ്ടൽക്കാടുകളാണ്. പിന്നെ ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് മഞ്ഞ് പെയ്യുന്ന ഒരു സ്ഥലത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇവ 4ഉം ഓരോ വ്യത്യസ്തമായിട്ടുള്ള ആവാസങ്ങളാണ്. അടുത്തത് ആഹാര കാർഡ്. 2 ജീവികളുടെ ആഹാര കാർഡാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ജീവി കാക്ക. അതിൻ്റെ ആഹാരം എന്താണ്? ചെറുജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മൃതാവശിഷ്ടങ്ങൾ. ഇതൊക്കെയാണ് കാക്കയുടെ ആഹാരമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ജീവി ആടാണ്. ആടിൻ്റെ ആഹാരം പുല്ല്, ഇലകൾ, ധാന്യങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ മറ്റു 2 ജീവികളുടെ ആഹാര കാർഡ് തയ്യാറാക്കാൻ കുട്ടികൾക്കുള്ളൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്തത് കൂടിയാലും കുറഞ്ഞാലും ആഹാര ശൃംഖലാജാലം പരിശോധിക്കൂ. ഒരു ആഹാര ശൃംഖലാജാലത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പലതരം ആഹാരബന്ധങ്ങൾ മുകളിലെ ചിത്രത്തിലുണ്ട്. ഇതിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. പുല്ല് പുഴു കഴിക്കുന്നു, പുഴു ഭക്ഷണമാക്കുന്നു. പിന്നെ കോഴി പുഴുവിനെ ഭക്ഷണമാക്കുന്നു. പിന്നെ കുറുക്കൻ കോഴിയെ ഭക്ഷണമാക്കുന്നു. കഴുകൻ കുറുക്കനെ ഭക്ഷണമാക്കുന്നു. ഈ ഒരു ആഹാര ശൃംഖലയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത്തരത്തിൽ കൂടുതൽ ശ്രേണികൾ കണ്ടെത്തി എഴുതാൻ പറയുന്നുണ്ട്. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ. അപ്പം എന്താണ് ഫുഡ് ചെയിൻ? ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധത്തിന് എന്താ പറയുന്നത്? ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്നാണ്. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാര ശൃംഖല. ഇപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, നോട്ട് ചെയ്യാം. ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ. സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ ഒരു പ്രവർത്തനത്തിന് ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് അതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ ഒരു പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ. ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഓക്സിജനും ഉണ്ടാകുന്നു. ഇലപ്പച്ചയ്ക്ക് പിന്നിൽ. ഇലകൾക്ക് പൊതുവെ പച്ച നിറമാണല്ലോ. എന്നാൽ പല നിറത്തിലുള്ള ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതിൽ പിന്നെ ഒരു പോയിന്റ് പഠിക്കാനുള്ളത്, ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. ഹരിതകം ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ്. ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്നത് ഹരിതകം എന്നുള്ള വർണ്ണവസ്തുവാണ്. അതായത് പല നിറം എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്. പച്ച നിറത്തിന് കാരണം ഹരിതകമാണെന്ന് കണ്ടല്ലോ. മറ്റു നിറങ്ങൾക്ക് കാരണമായ വർണ്ണകങ്ങൾ ഏതെല്ലാമാണ്? അപ്പോൾ ചുവപ്പ് നിറത്തിന്, ഇലകളുടെയും പൂക്കളിനെയും ഒക്കെ ചുവപ്പ് നിറം കൊടുക്കുന്നത് ആന്തോസയാനിൻ എന്ന വർണ്ണകമാണ്. ഇപ്പോൾ ചുവപ്പ് നിറത്തിന് കാരണം ആന്തോസയാനിൻ. ഇനി ഓറഞ്ച് കളർ കൊടുക്കുന്ന വർണ്ണകമാണ് കരോട്ടിൻ. ഓറഞ്ച് കരോട്ടിനാണ്. മഞ്ഞ നിറം കൊടുക്കുന്നതാണ് സാന്തോഫിൽ. സാന്തോഫിൽ എന്ന വർണ്ണകമാണ് ഇലകൾക്കും പൂക്കൾക്കൊക്കെ മഞ്ഞ നിറം കൊടുക്കുന്നത്. അപ്പോൾ ചുവപ്പ് നിറത്തിന് കാരണം ആന്തോസയാനിനാണ്. ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിനാണ്. മഞ്ഞ നിറത്തിന് കാരണം സാന്തോഫിൽ. ചുവപ്പ് ആന്തോസയാനിൻ, ഓറഞ്ച് കരോട്ടിൻ, മഞ്ഞ സാന്തോഫിലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കാണിക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ. അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ നൈട്രജനാണ്. അത് കഴിഞ്ഞ് ഓക്സിജനാണ്. മൂന്നാമത്തത് ആർഗൺ, പിന്നെ മറ്റുള്ളവ. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്, രണ്ടാമത്തത് ഓക്സിജൻ, പിന്നെ മൂന്നാമത്തത് ആർഗൺ, അത് കഴിഞ്ഞ് മറ്റുള്ള. ഇത് എപ്പോഴും PSC ചോദിക്കുന്ന, റിപ്പീറ്റഡായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏത്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ വാതകം ഏത്? ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയത് നൈട്രജൻ ആണ്, രണ്ടാമത്തത് ഓക്സിജൻ, മൂന്നാമത്തത് ആർഗൺ, പിന്നെ മറ്റുള്ളവ. ഇനി ഇതിൻ്റെ അളവൊക്കെ ഇനി അടുത്ത ക്ലാസ്സിലുള്ള ടെക്സ്റ്റ് ബുക്കിലായിരിക്കും ഉണ്ടാവുക. അടുത്തൊരു പാരാഗ്രാഫാണ്.
സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസനഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസനഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത്. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇലകളിലെ പാളി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുന്നുണ്ട്. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ ആണ് സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നത്. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ ഒരു സുഷിരങ്ങളിലൂടെയാണ്. അപ്പോൾ ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരമാണ് സ്റ്റൊമാറ്റ. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നതും അതുപോലെ പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ ഒരു സുഷിരത്തിലൂടെയാണ്. സ്റ്റൊമാറ്റ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. ഇനി വേറൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലാന്റ്സിൽ പകലും രാത്രിയും നടക്കുന്ന ശ്വസനത്തിന് വ്യത്യസ്ത ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പകൽ എന്താണ്, പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നു. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും കിടന്നുറങ്ങുന്ന റൂമിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും വെക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തത് കൊണ്ട് പ്ലാന്റ്സ് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുക ചെയ്യുന്നത്. നമ്മുടെ റൂമിലൊക്കെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും. അപ്പോൾ നമ്മുടെ ബോഡിക്ക് അത് ഹാംഫുൾ ആവും. അതുകൊണ്ടാണ് കിടന്നുറങ്ങുന്ന റൂമിലൊന്നും പ്ലാന്റ്സ് വെക്കരുതെന്ന് പറയുന്നത്. അടുത്തൊരു ഹെഡിങ് ആണ് ആതിഥേയനും അതിഥികളും. എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ? ചിത്രീകരണം ശ്രദ്ധിക്കൂ. അപ്പോൾ ഒരു മാവിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. അടുത്തത് ഞാൻ ഇത്തിൽ കണ്ണി, ഞാൻ സ്വയം ആഹാരം നിർമ്മിക്കുന്നു, പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്നും വലിച്ചെടുക്കുന്നു. ഞാൻ മൂടില്ലാത്ത ആളി, ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല, എനിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. അടുത്തത് ഞാൻ മരവായ, എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു, പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. മാവ് സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇത്തിൽക്കണ്ണി എന്താണ്, ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്, പക്ഷെ എന്താണ്, ജലവും ലവണമൊക്കെ മാവിൻ്റെ ജലവും ലവണമൊക്കെ വലിച്ചെടുത്തുകൊണ്ടാണ് ആഹാരം നിർമ്മിക്കുന്നത്. അടുത്തത് മൂടില്ലാത്ത ആളി ആഹാരം നിർമ്മിക്കുന്നേ ഇല്ല, അതിന് വേണ്ട പോഷക ഘടകങ്ങളൊക്കെ അത് ആയിരിക്കുന്ന ചെടിയിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. അപ്പം മരവായ എന്താണ്, മരവായ ആഹാരം നിർമ്മിക്കുന്നുണ്ട്, പക്ഷെ എന്താണ്, വാസസ്ഥലത്തിന് വേണ്ടിയാണ് മാവിനെ ആശ്രയിക്കുന്നത്. അടുത്തത് മരവായൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. മാവിൻ്റെ മുകളിൽ മരവായ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. 2 തരം വേരുകൾ കാണുന്നില്ലേ, എന്താണ് ഈ വേരുകളുടെ ധർമ്മം? അപ്പോൾ ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നുണ്ട്. മരവായൻ്റെ ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മരവായക്ക് 2 തരം വേരുകളാണുള്ളത്. ഒന്നാമത്തത് എന്താണ്, ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. എപ്പിഫൈറ്റുകൾക്ക് ഒരു ഉദാഹരണമാണ് ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഒരു ഉദാഹരണമാണ്. മരവായയും ഓർക്കിഡും എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. മരവായക്ക് 2 വേരുകളാണുള്ളത്. ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടികൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുവാനും സഹായിക്കുന്നുണ്ട്. അടുത്തത് ഇത്തിൽക്കണ്ണിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത്തിൽക്കണ്ണി ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാതങ്ങൾ അല്ലെങ്കിൽ സെമി പാരസൈറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെയാണ് എന്ത് പറയുന്നത്, അർദ്ധപരാതങ്ങൾ അല്ലെങ്കിൽ സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, നോട്ട് ചെയ്യുക. ഇത്തിൽക്കണ്ണി ഒരു സെമി പാരസൈറ്റ്സ് അല്ലെങ്കിൽ അർദ്ധപരാതത്തിന് ഉദാഹരണമാണ്. അടുത്ത ചിത്രം ഒരു ചെടിയിൽ പടർന്നു കിടക്കുന്ന മൂടില്ലാത്ത ആളിയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്.
ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് മൂടില്ലാത്താളിക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണ പരാദങ്ങൾ അല്ലെങ്കിൽ ടോട്ടൽ പാരസൈറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന കഴിയുന്ന വേരുകളാണ് മൂടില്ലാത്താളിക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെയാണ് പൂർണ്ണ പരാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ പാരസൈറ്റ്സ് അല്ലെങ്കിൽ പൂർണ്ണ പരാദങ്ങൾക്ക് ഉദാഹരണമാണ് മൂടില്ലാത്താളി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയാണ് പഠിക്കാനുള്ളത്. കുറഞ്ഞ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ, അത് നോട്ട് ചെയ്ത് പഠിക്കാം. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. രണ്ടാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് വ്യാധികൾ പടരാതിരിക്കാൻ. വ്യാധികൾ പടരാതിരിക്കാൻ എന്നുള്ളതാണ് രണ്ടാമത്തെ ചാപ്റ്റർ. അടുത്തതൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഒരാളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഒരാളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് മഹാമാരികൾ? പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറയുന്നു. പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികൾ ഏതൊക്കെയാണ്? വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ അല്ലേ. വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 ഒക്കെ ഒരു മഹാമാരികൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തത് രോഗകാരികൾ അല്ലെങ്കിൽ പാത്തോജൻസ്. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. അപ്പോൾ രോഗങ്ങൾക്ക് കാരണമാകുന്നതിൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു അല്ലെങ്കിൽ പാത്തോജൻസ് എന്ന് പറയുന്നു. ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പ് ദൃശ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വൈറസിൻ്റെയും മൈക്രോസ്കോപ്പ് ദൃശ്യം കൊടുത്തിട്ടുണ്ട്. സൂക്ഷ്മജീവികൾക്കൊപ്പം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം ഇവ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. നിസ്സാരാക്കി ഞാൻ വിട്ടുകളയുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ എക്സാമിന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടാതാവാം. നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യത കൂടുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ്. ഫംഗസുകളുടെ ലോകം. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം. അപ്പോൾ ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകൾക്ക് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ എന്നിവ മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ കൂണ്, അതുപോലെ തന്നെ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ ഇവയെല്ലാം ഫംഗസുകളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് രോഗങ്ങൾ പകരുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണെന്ന് മനസ്സിലായല്ലോ. രോഗാണുവാഹകരായ ഏതെല്ലാം ജീവികളെ നിങ്ങൾ കണ്ടെത്താൻ സാധിച്ചു? രോഗാണുവാഹകർ. എന്താണ് ഈ രോഗാണുവാഹകർ എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും. അപ്പോൾ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ്. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും. അടുത്തത് പരിസരം മലിനമാകുമ്പോൾ എന്നുള്ളൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങൾ എഴുതി നോക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊതുകിൻ്റെതാണ്. ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലൊക്കെ കൊതുക് മുട്ടയിട്ട് വളരുന്നു എന്നാണ് പറയുന്നത്. കൊതുകിനെ നിയന്ത്രിക്കാം. കൊതുകിനെ നിയന്ത്രിച്ചാൽ കുറേയേറെ രോഗങ്ങൾ തടയാമല്ലോ. അടുത്തത് രോഗം പകരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. രോഗങ്ങൾ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വരാതിരിക്കാൻ പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക, ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നിവയാണ് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ തടയാൻ വേണ്ടി ചെയ്യുന്നത്. ഇനി വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ തടയാൻ വേണ്ടി രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക. അടുത്തത് മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ ഒഴിവാക്കാൻ ചെരുപ്പ് ഉപയോഗിക്കുക,
ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. ഇത്രയാണ് രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അടുത്തത് സസ്യങ്ങളിലെ കുറച്ച് പകർച്ചവ്യാധികൾ കൊടുത്തിട്ടുണ്ട്. നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി രോഗം, അതുപോലെ പയറിലെ മൊസൈക്ക് രോഗം, അതുപോലെ തെങ്ങിലെ കൂമ്പുചീയൽ. ഇതൊക്കെ സസ്യങ്ങളിലെ പകർച്ചവ്യാധികളാണ്. നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി രോഗം, അതുപോലെ പയറിലെ മൊസൈക്ക് രോഗം, തെങ്ങിലെ കൂമ്പുചീയലൊക്കെ. അടുത്തത് രോഗപ്രതിരോധ ശേഷി. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെയാകണമെന്നില്ല. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതുണ്ട്. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. എന്താണ്? ഒന്നുകൂടി പറയാം. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതുണ്ട്. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിനെയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അതായത് രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തെങ്ങാൻ രോഗപ്രതിരോധ ശേഷി ആർജിക്കുന്നതിനാണ് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ്. അടുത്തൊരു വാക്സിനേഷൻ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ജനന സമയത്ത് കൊടുക്കേണ്ടതും 6 ആഴ്ചയിലും 10 ആഴ്ച ആകുമ്പോൾ അതുപോലെ 14 ആഴ്ചയിലൊക്കെ കൊടുക്കേണ്ട വാക്സിനേഷൻ്റെ ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. BCG, ബാസിലസ്, കാൽമെറ്റ്, ഗ്വെറിൻ. OPV എന്താണ്? ഓറൽ പോളിയോ വാക്സിനാണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി കൊടുത്തിട്ടുണ്ട്. അതുപോലെ പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്, അതുപോലെ റോട്ട വൈറസ് വാക്സിൻ. ഇതൊക്കെ എപ്പോഴാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. ജനന സമയത്ത് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? ഓറൽ പോളിയോ വാക്സിൻ ഉണ്ട്, അതുപോലെ BCG ഉണ്ട്, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബിൻ്റെ വാക്സിൻ കൊടുക്കുന്നുണ്ട് ജനന സമയത്ത്. ഇവ 3 കൊടുക്കുന്നത്. 6 ആഴ്ച ആകുമ്പോൾ ഓറൽ പോളിയോ വാക്സിൻ 1, അതുപോലെ റോട്ട വൈറസ് വാക്സിൻ 1 കൊടുക്കുന്നുണ്ട്, പെൻറ്റാവാലൻ്റ് 1 കൊടുക്കുന്നുണ്ട്, അതുപോലെ പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്? PCV 1 കൊടുക്കുന്നുണ്ട്. ഇനി കുഞ്ഞിന് 10 ആഴ്ചയാവുമ്പോൾ ഓറൽ പോളിയോ വാക്സിൻ 2 കൊടുക്കുന്നുണ്ട്, അതുപോലെ റോട്ട വൈറസ് വാക്സിൻ 2 കൊടുക്കുന്നുണ്ട്, പെൻറ്റാവാലൻ്റ് 2 കൊടുക്കുന്നത് 10ാമത്തെ ആഴ്ചയിലാണ്. ഇനി 14ാമത്തെ ആഴ്ചയിലാണ് ഓറൽ പോളിയോ വാക്സിൻ 3, അതുപോലെ റോട്ട വൈറസ് വാക്സിൻ 3, പെൻറ്റാവാലൻ്റ് 3, അതുപോലെ തന്നെ പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ PCVയും 2 കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അടുത്തത് ഇനി ബാക്കിയുള്ള വാക്സിനേഷൻ്റെ കാര്യങ്ങളാണ്. 9ാം മാസം, അതിന് പിന്നെ 16 മുതൽ 24 മാസം വരെ, 5 മുതൽ 6 വയസ്സ് വരെയുള്ളത്, 10 വയസ്സ്, അതുപോലെ 16 വയസ്സിലും കൊടുക്കേണ്ട വാക്സിനുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. PCV എന്താ? ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിനാണ്. ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിനാണ് PCV. MR മീസിൽസ് റുബെല്ല വാക്സിനാണ്. മീസിൽസ് റുബെല്ല വാക്സിനാണ് MR. DPT ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിനാണ്. ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിനാണ് DPT. TD എന്താ? ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിനാണ്. TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. ഇപ്പോൾ 9ാം മാസത്തിലാണ് എന്ത്? മീസിൽസ് റുബെല്ല വാക്സിൻ 1, അതുപോലെ തന്നെ ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ, അത് ബൂസ്റ്റർ, വൈറ്റമിൻ A, അതുപോലെ തന്നെ എന്താണ്? പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസും കൊടുക്കുന്നത്. ഇനി 16 മുതൽ 24 മാസം വരെ ആകുമ്പോഴാണ് എന്ത്? മീസിൽസ് റുബെല്ല വാക്സിൻ 2, ഓറൽ പോളിയോ ബൂസ്റ്റർ, അതുപോലെ DPT ബൂസ്റ്റർ, വൈറ്റമിൻ A2. 5-6 വയസ്സിനിടയിലാണ് DPT ബൂസ്റ്റർ 2 കൊടുക്കുന്നത്. അതുപോലെ 10ാമത്തെ വയസ്സിൽ TD വാക്സിൻ, അതായത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ കൊടുക്കുന്നത് 10ാം വയസ്സിലാണ്. ഇനി 16ാമത്തെ വയസ്സിലാണ് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ 2 കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ടെലഗ്രാമിൽ നിന്ന് ഈ 2 ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാം ഉണ്ടാവും. എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.